ടേസ്റ്റി അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അഫ്ഗാനി ചിക്കനാണ് കേട്ടോ. ഇത് ഞാൻ നോമ്പിന് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു, അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാമോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 25 ഗ്രാം ബദാം, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. പച്ചമുളക് ഓപ്ഷണലാണ്. അതുപോലെ ബദാം ഇല്ലെങ്കിൽ കുറച്ചും കൂടി അണ്ടിപ്പരിപ്പിൻ്റെ അളവ് കൂട്ടിയെടുത്താലും മതി. പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ പീസസ്സാണ്. അത് കുറച്ച് വലിയ പീസസ്സാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് തൈര് ചേർത്തോളൂ. പുളിയില്ലാത്ത നല്ല കട്ട തൈരില്ല, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പോളം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഫ്രഷ് ക്രീമും 1/2 കപ്പ് മുതൽ 1 കപ്പോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ട്, നിർബന്ധമൊന്നുമില്ല. അതുപോലെ കസൂരി മേത്തിയും ചേർത്തിട്ടുണ്ട്. അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് കാണിക്കാനും വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഒന്ന് നന്നായിട്ട് ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. എന്നിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ, എന്നാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിക്കനൊക്കെ നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കുക. വേറെ മസാലകളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ മസാല ഇല്ലാതെ പീസസ് മാത്രം നന്നായിട്ട് പീസസൊക്കെ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് ചിക്കൻ മാത്രം ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സ്ലോ കുക്കിൽ ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ ഓയിലൊന്നും ഒഴിക്കാതെ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ചെയ്താൽ പുറക്കാകെ മസാലയൊക്കെ കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ ഒരു സ്ലോ കുക്കാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് ഇതിൽ ഒന്ന് വെച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട്, ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം പാത്രത്തിലാക്കിയിട്ട് ഇതിൽ വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ഈ കറിക്ക് കിട്ടും. എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-10 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്രേവി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഗ്രേവി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ടാകും, പക്ഷേ പുറമൊന്നും കരിയാതെ ശ്രദ്ധിക്കണം. മസാലയൊക്കെ പെട്ടെന്ന് കരിയില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ ഈ ചിക്കനൊക്കെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഈ മസാലയിൽ ഈ ചിക്കനൊക്കെ ഒന്ന് ആവുന്ന വരെ വെക്കാം. പിന്നെ നമുക്ക് നന്നായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് വേഗം ഇറക്കി വെക്കാം, അല്ലെങ്കിൽ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്കിത് പൊറോട്ടയുടെ കൂടിയും എല്ലാറ്റിനും കൂടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. വേറെ മസാലകളോ ഉള്ളി തക്കാളി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇനി പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.